ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ ഇതേപോലെ ഇമേജിന്റെ പിന്നിലായിട്ട് ടെക്സ്റ്റ് വരുന്ന എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഒരുപാട് ഡിസൈനുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു കാറിന്റെ ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലെയർ ബോക്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഇമേജിന്റെ ലെയർ മാത്രമാണുള്ളത്. ശേഷം നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ദ പാരഡൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് അവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മോർഗനൈറ്റി എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശേഷം ഈ ഫോണ്ടിൻ്റെ കളർ മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ വൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരുന്നതാണ്. ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിനെ ഇതേപോലെ ഒന്ന് വലുതാക്കാൻ പോവാണ്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റിനെ ഒന്ന് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ടെക്സ്റ്റിനെ നമ്മുടെ ഇമേജിന് താഴെയായിട്ടാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഇമേജിനെ കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ ഇമേജിനെ ഒന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഈ ടെക്സ്റ്റിനെ ഞാനിവിടെ ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെ ഒന്ന് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശേഷം ഈ ഒരു കാറിന്റെ ഭാഗം മാത്രം സെലക്ട് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ സെലക്ട് ചെയ്യുന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിലുള്ള പ്രധാനപ്പെട്ട ആ ഒരു സബ്ജക്റ്റ് ഇതേപോലെ സെലക്ട് ആയി നമുക്ക് ലഭിക്കുന്നതാണ്. ഫോട്ടോഷോപ്പിന്റെ കുറച്ച് പുതിയ വെർഷനിലൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇതേപോലെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സബ്ജക്റ്റ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അധികമായിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭാഗങ്ങളെ ഈ സെലക്ഷനിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്വിക്ക് മാസ്ക് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ക്യൂ എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ക്യൂ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇമേജിന് മുകളിലായിട്ട് ഇതേപോലെ ഒരു കളർ ലഭിക്കുന്നതാണ്. ശേഷം നമ്മുടെ ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അധികമായിട്ട് സെലക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അധികമായിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ സെലക്ഷനിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സെലക്ഷനിൽ ഉൾപ്പെടാത്ത ഇതേപോലെയുള്ള ഭാഗങ്ങളൊക്കെ സെലക്ഷനിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ നടത്താവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടൂൾ ബാറിൽ നിന്നും ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഹാർഡ് റൗണ്ട് എന്ന ബ്രഷ് സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ സെലക്ട് ആയി കിടക്കുന്ന കളർ വൈറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താം. വൈറ്റ് കളർ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് സെലക്ഷനിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഭാഗം സെലക്ഷനിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് കളർ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് സെലക്ഷനിൽ നിന്നും ഒഴിവാക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗവും സെലക്ഷനിൽ നിന്നും ഒഴിവാക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ സെലക്ഷനിൽ എക്സ്ട്രാ കൂട്ടി കൊടുക്കാനുണ്ട്. അത്തരം ഭാഗങ്ങൾ സെലക്ഷനിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളെ കൂടി നമുക്ക് സെലക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുകളിൽ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ താഴെ സെലക്ട് ആയി കിടക്കുന്ന ആ ഒരു ബ്ലാക്ക് കളറിനെ മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ എക്സ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ആ ഒരു ബ്ലാക്ക് കളറിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. ശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ സെലക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ ക്യൂ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിനെ സാധാരണ രീതിയിലേക്ക് തന്നെ മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ശേഷം നമ്മുടെ ടെക്സ്റ്റിന് നേരെയുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിനെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ലെയർ തന്നെ സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ കൺട്രോൾ ജി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഗ്രൂപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്തായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ലെയർ മാത്രമാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിന് മുകളിലൂടെ ഇതേപോലെ ഒരു സെലക്ഷനും പോകുന്നുണ്ട്. ശേഷം ലെയർ ബോക്സിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ഇതേപോലെ മാസ്ക് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റിനെ നമ്മളിപ്പോൾ മാസ്ക് ചെയ്തിരിക്കുകയാണ്. ടെക്സ്റ്റ് മുഴുവനും ആ ഒരു സെലക്ഷന് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു രീതിയിലല്ല വേണ്ടത്. ടെക്സ്റ്റിനെ മുഴുവനും ആ ഒരു സെലക്ഷന് പുറത്ത് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കീബോർഡിൽ കൺട്രോൾ ഐ എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. അങ്ങനെ കൺട്രോൾ ഐ എന്ന് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ എങ്ങനെയാണോ ലഭിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് ആ ഒരു ഇമേജിന്റെ പിന്നിലായിട്ട് ടെക്സ്റ്റ് വരുന്ന രീതിയിലുള്ള എഫക്റ്റ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഈ ഒരു വർക്കിൽ കൂടുതൽ പെർഫെക്ഷനുകൾ നമുക്ക് വരുത്താവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് സൂം ചെയ്യുന്നു. അതിൽ ഈ ഒരു വൈറ്റ് കളറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ബി എന്നതിന് നേരെയായിട്ട് ഞാനിപ്പോൾ 60 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് 30
30, 60, 50 എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 60 എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് എടുക്കുന്നു. ഇപ്പോൾ ചെറിയൊരു ഗ്രേ കളറാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ശേഷം ആ ഒരു ഗ്രേ കളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ഗ്ലാസ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുഴുവനായിട്ടും ബ്രഷ് ചെയ്യാൻ പോവാണ്. ഇതേപോലെ ലെയർ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലെയർ മാസ്കിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇതൊന്ന് സൂം ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശേഷം ഞാനിവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മുടെ ടെക്സ്റ്റിനെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഇമേജിന് പിന്നിലായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.